അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് നന്ദി പറയാം. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഒരു ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയിലാണ്. നമ്മുടെ ജീവിതം ഒരു ലക്ഷ്യത്തിലേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ഓട്ടത്തിൽ പലപ്പോഴും നമുക്ക് നിരാശയുണ്ടാകും, സങ്കടങ്ങളുണ്ടാകും, വേദനകളുണ്ടാകും. എന്നാൽ ഈ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ഒരു ഇടനാഴിയിലൂടെയുള്ള യാത്രയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഈ ജീവിതത്തിൽ നമ്മൾ ഏകാന്തതയിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത നിരാശ, ഭയം, അങ്ങനെ പലതും നമ്മളെ വല്ലാതെ കാർന്നു തിന്നും. ഒരു ഉദാഹരണത്തിന്, ഒരു ഇടനാഴിയിലൂടെ ഒരു സ്ത്രീ തനിയെ യാത്രയാണെന്ന് ചിന്തിക്കുക. അവക്ക് ഇടനാഴിയിലൂടെ കടന്നിട്ട് വേണം അവളുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ. എന്നാൽ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് അവൾ തന്നെ യാത്ര ചെയ്യുമ്പോൾ ആ വല്ലാത്തൊരു ഭയം അവിടെ ഉള്ളിലുണ്ടാവും. അങ്ങനെ ഭയത്തിന്റെ നടുവിൽ മുമ്പോട്ട് പോകുമ്പോഴായിരിക്കും ഒരു കാലൊച്ച കേൾക്കുന്നത്. ആ കാലൊച്ച അവളെ വല്ലാതെ ഭാരപ്പെടുത്തും, ഭയപ്പെടുത്തും. ഇതുപോലെയാണ് നമ്മുടെയും ജീവിതത്തിൽ. അങ്ങനെ വല്ലാതെ ഭയത്തിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് അറിയാതെ ആരോ തോളിൽ തട്ടുന്നത്. തോളിൽ തട്ടുന്നതോടുകൂടി സകല പിടിയും വിട്ട് ഭയത്തിന്റെ അങ്ങേയറ്റത്തെ ലെവലിലേക്ക് എത്തും. ആ തോളിൽ തട്ടിയ ആളെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ചോദിച്ചൊരു ചോദ്യം. അദ്ദേഹം ഈ സ്ത്രീയുടെ മുഖത്തോട്ട് നോക്കി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: ഞാൻ നിന്നെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കണമെന്ന്. ആ സമയത്തുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ആരുമില്ലാത്ത സമയത്ത് ഏകാന്തതയുടെ നടുവിൽ, പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഭയത്തിന്റെ ആ തീച്ചൂളയുടെ നടുവിൽ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കുന്ന ആ സമയം ഉള്ളിലുണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ? ആ സന്തോഷം പോലെയാണ് നമ്മുടെയും ജീവിതയാത്രയിൽ നമ്മൾ ഒറ്റയ്ക്ക് ഭയപ്പെട്ട് ഭാരപ്പെട്ട് ഓരോ ചുവടുകളിൽ വെക്കുമ്പോൾ നമ്മുടെ തോളിൽ തട്ടി സർവശക്തനായ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: ഞാൻ നിന്നെ സഹായിക്കാനുണ്ട്, ഞാൻ നിന്നെ വലം കൈക്ക് പിടിക്കാനുണ്ട്, ഞാൻ നിന്നെ അന്ത്യം വരെ വഴി നടത്താം. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ജീവിതയാത്രയിൽ ചിലത് പരാജയമാണ്, ചിലത് ഇനിയും സംഭവിക്കാൻ സാധ്യതയില്ല എന്നൊക്കെ തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ പകലിൽ ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് അടുത്തു വരാൻ നമ്മൾ തയ്യാറായാൽ, നമ്മെ കരം പിടിച്ച് അന്ത്യം വരെ നടത്താൻ വിശ്വസ്തനായ ഒരു ദൈവത്തെ ഇന്ന് പകൽ നമുക്ക് മുറുകെ പിടിക്കാം. ആ ദൈവം ജയോത്സവമായി നമ്മെ നടത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഭാരം മാറ്റിവെച്ച്, ഭയം മാറ്റിവെച്ച് ഇടനാഴിയിലൂടെ നമുക്കും സഞ്ചരിക്കാം. അനുഗ്രഹീതമായ ഒരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.